ഞാൻ എപ്പോൾ ആലോചിക്കുന്നൊരു കാര്യം, എന്നും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കിടന്ന് ഉറക്കപ്പായൽ എണീറ്റിട്ട് രാവിലെ എണീറ്റ് ചിന്തിക്കുന്നൊരു കാര്യം, നമുക്ക് എന്നാണ് നാട്ടിലൊന്ന് ജീവിക്കാൻ പറ്റുക? ഞാനൊരു പ്രവാസി ആയതുകൊണ്ട് ചിന്തിച്ചു പോകുന്നതാണ്. എന്നാണ് നാട്ടിലൊന്ന് ജീവിക്കാൻ പറ്റുക? ആ ചിന്താഗതി കാലങ്ങളായിട്ട് തുടരുക. ഞാൻ എന്നും ആലോചിക്കും, ഇന്നും ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു 23,000 ശമ്പളം, 1,000 റുപ്യക്ക് ശമ്പളത്തിനെല്ലാം ഒരുപാട് ആൾക്കാർ ഡെയിലി നാട്ടിൽ നിന്ന് കയറി വരിക. 1,000 റുപ്യക്ക്, 1,500 റുപ്യക്ക് പോട്ടെ, 2,000 ദിറംസിന്. 2,000 ദിറംസ് പറയുമ്പോൾ ഏകദേശം 46,000 റുപ്യ ശമ്പളത്തിന്. അതിന് പകുതിയുടെ ചിലവാകും, അതൊന്നും ചിന്തിക്കുന്നില്ല. എന്നാലും ആൾക്കാർ കയറി വരികയാണ്. പക്ഷേ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ പണിയില്ല എന്നാണ് പറയുന്നത്. നാട്ടിൽ 23,000 റുപ്യ കിട്ടുന്ന പണിയൊന്നും നാട്ടിലില്ലേ? 30,000 റുപ്യക്കുള്ള പണിയൊന്നും നാട്ടിലില്ലേ? ഈ ബംഗാളികളെല്ലാം 40,000 50,000 ഉണ്ടാക്കുന്നില്ല. ഞാൻ ഇന്നാളത്തെ ഒരു ബംഗാളി, നമ്മുടെ നാട്ടിലൊരു ബംഗാളി സ്വിഫ്റ്റ് കാറ് വാങ്ങിച്ചല്ലോ. എനിക്കിപ്പോൾ 4 ബാർബർ ഷോപ്പുണ്ട്. എനിക്ക് എന്തെന്ന് സംഭവം എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ 23,000 റുപ്യ 1,000 റുപ്യ എന്ന് പറയുമ്പോൾ ഈ 23,000 റുപ്യ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള പണിയൊന്നും ഇല്ലല്ലേ? സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല കേട്ടോ. നമ്മളിങ്ങനെ വീമ്പിളക്കിയിട്ടൊന്നും കാര്യമില്ല, പണിയൊന്നും ഇല്ല അല്ലേ? അതുകൊണ്ടാണ് പാവങ്ങളിങ്ങനെ കയറി വീഴണം. എന്ത് ചെയ്യാനെന്ന് ആലോചിക്കട്ടെ. എന്നും നമ്മൾ ചിന്തിക്കുന്നത് നമ്മളിപ്പോൾ സെറ്റിലാകുക, നാട്ടിലെന്തെങ്കിലും തുടങ്ങിയാലോ, എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കേണ്ട മാർഗ്ഗം ഉണ്ടാക്കിയാലോ. കാരണം പ്രവാസി ആയിപ്പോയി കഴിഞ്ഞാൽ ഒരു കടക്കാരനായി മാറും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം, വേറെ ഒന്നുമല്ല. ഇല്ലെങ്കിൽ വിട്ടെറിഞ്ഞ് പോകാനും. പക്ഷേ ഒരു പ്രവാസി എന്ന് പറഞ്ഞാൽ എപ്പം നോക്കുമ്പോൾ ഏതൊരു പ്രവാസിയും, എനിക്ക് തോന്നുന്നു എല്ലാവരും അല്ലെങ്കിൽ ഒരു 90% പ്രവാസിയും കടക്കാരാണ്. സാധാരണ നമ്മൾ ജോലിക്കാർ കടക്കാരാണ്. നമുക്ക് ലക്ഷങ്ങൾ കടങ്ങളുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും, ഒരുവിധമൊക്കെല്ലാം ഉണ്ടാവും. പ്രവാസിയായിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് സംഭവം. അതുകൊണ്ടാണ് ഈ പോകാൻ പറ്റാതെ, ഈ കുടുക്കപ്പെടുക എന്നെല്ലാം പറഞ്ഞില്ലേ, ഈ കുടുങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ, അതിൽ പെട്ടതാണ് ഈ കടക്കാരനായി കഴിഞ്ഞാലുള്ള സംഭവം അത്. പിന്നെ വീട്ടാതെ പോകാൻ പറ്റില്ലല്ലോ. അതാണൊരു യഥാർത്ഥ പ്രവാസി കേട്ടോ. പക്ഷേ ഡെയിലി നാട്ടിൽ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാരാണ് കയറി വീഴുന്നത്. എനിക്ക് 1,000 റുപ്യൻ്റെ പണി മതി, 1,500 റുപ്യൻ്റെ പണി മതി എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ ഒരു 30,000-ക്കുള്ള പണി വരെ കൊടുക്കാൻ പറ്റുന്നില്ലേ? ഒരു 30,000 റുപ്യ, 23,000 റുപ്യ, 23,000 റുപ്യ 1,000 ദിറംസ് എന്ന് പറയുമ്പോൾ ആ 23,000 റുപ്യക്കുള്ള പണി വരെ ഇല്ല അല്ലേ? എന്താ ചെയ്യുക? ഇല്ലായിട്ടല്ല എടുക്കായിട്ടാ, എന്നാന്നറിയില്ല. ചിലപ്പം എടുക്കായിട്ടായിരിക്കും, അല്ല ഇല്ലായിട്ടായിരിക്കില്ല.